ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ജീവിക്കാനും അവനിഷ്ടപ്പെട്ടവരായി മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്നതും താങ്ങാവുന്നതുമെല്ലാമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത്. അവിടെ ഒരു വിശ്വാസിയുടെ ബലം എന്ന് പറയുന്നത് പടച്ചറബിലുള്ള വിശ്വാസവും അവനിലുള്ള തവക്കുലും അവനിലുള്ള പ്രതീക്ഷയും അവനോടുള്ള അടങ്ങാത്ത പ്രാർത്ഥനയുമാണ്. ലോകത്ത് പ്രവാചകന്മാരെക്കാളും വലിയ ഭാരിച്ച ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളില്ല. എത്രത്തോളമെന്ന് വെച്ചാൽ വധഭീഷണിയുള്ള നാടുകളിലേക്കാണ് അവർക്ക് പ്രബോധനത്തിന്റെ ദൗത്യം പടച്ചറബ് ഏൽപ്പിച്ച് പറഞ്ഞയച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യസന്ദേശം അത് ചെറിയ തോതിൽ പോലും ഉൾക്കൊള്ളാത്ത, അതല്ലെങ്കിൽ അതൊന്ന് ഉരുവിടാൻ പോലും മനസ്സ് കാണിക്കാത്ത, അതിന് സ്വാതന്ത്ര്യമില്ലാത്ത മണ്ണിൽ പ്രവാചകന്മാർ ആ ദൗത്യം മനോഹരമായി നിർവഹിച്ചു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നിരവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ, എതിരിടാൻ ആയുധങ്ങളും സജ്ജീകരണങ്ങളും സന്നാഹങ്ങളുമില്ലാത്ത ബദറിന്റെ പോർക്കളത്തിൽ ഏറ്റവും വലിയ ആയുധമായി മാറിയത് പ്രാർത്ഥനയാണ്. എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഇതിൽ നിസാരമായ ഓരോന്നിനെയും രൂപകൽപ്പന ചെയ്ത, അതിനെല്ലാം വഴികൾ കാണിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനോട് അല്ലാഹനെ പരിചയപ്പെടുത്തിയതുപോലെ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാറ്റിനും സൃഷ്ടിപ്പ് നൽകുകയും അവർക്ക് ജീവിക്കാൻ വേണ്ട വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത പടച്ചവന് കഴിവില്ലാത്തതായിട്ടൊന്നുമില്ല. കാരണം എല്ലാം അവന്റെ സൃഷ്ടികളാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മാസിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാറ്റിന്റെയും റബ്ബ് എന്നാണ്. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള ഒരു റബ്ബ് നമുക്കുണ്ടാകുമ്പോൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ദാസൻ അല്ലാഹു പോരെ എന്ന ചോദ്യം സഹോദരന്മാരെ വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. അതിനോളം വരുന്ന ആശ്വാസം, സമാധാനം, ഒരു അത്താണി, അങ്ങനെയാണല്ലോ, ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണം എന്നതാണ്. കുടുംബത്തിലെ ഒരു പ്രയാസം നീക്കാൻ വേണ്ടി ഒരു ജ്യോത്സ്യന്റെ അടുത്ത്, ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നപ്പോൾ അയാൾ ആ ഒരു സ്ത്രീയോട് പറഞ്ഞത്, നിങ്ങൾക്കും ഭർത്താവിനും ഇടക്കുള്ള പ്രശ്നം നീങ്ങാൻ ഒരു ബാധ ഒഴിപ്പിക്കാനുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 14ഉം 16ഉം വയസ്സുള്ള നിങ്ങളുടെ പെൺമക്കളെ എന്റെ അടുക്കലേക്ക് അയക്കണമെന്നാണ്. നീണ്ട 2 വർഷം പ്രായപൂർത്തിയാകാത്ത, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ അയാൾ വിശ്വാസത്തിന്റെ പേരിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതാണ് മിനിഞ്ഞാന്ന് വന്ന ഒരു പത്ര കട്ടിംഗ് എന്ന് പറയുന്നത്. ഒരത്താണിക്ക് വേണ്ടി ആളുകൾ ചെന്നുപെടുന്നത് യഥാർത്ഥത്തിൽ വലിയ അപകടകരമായിട്ടുള്ള ഇടങ്ങളിലേക്കാണ്. അവരുടെ അഭിമാനവും അവരുടെ സമ്പത്തും ഈവൻ അവരുടെ ജീവിതം പോലും. അല്ലെ, ഒരു മുസ്ലിം നാമധാരിയാണ് ഒരു സ്ത്രീയുടെ അടുക്കൽ, ഒരു മുസ്ലിം സ്ത്രീയുടെ അടുക്കൽ തന്റെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി കൊടുത്തത്. 500 ചില്ലാനമറ്റേ പവൻ സ്വർണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവസാനം ഒരു പൂജ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ വില കൊടുത്ത് ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ അയാളെ കശാപ്പ് ചെയ്ത് അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടായി. എല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ്. ഒരു അത്താണി ആളുകൾക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതിയായ ഒരത്താണി സുഹൃത്തുക്കളെ നമുക്ക് പടച്ചറബുണ്ട്. അല്ലാഹു മൗലാന ലാ മൗലാലക്കും, നിങ്ങൾക്ക് രക്ഷാധികാരിയായിട്ട് പടച്ചവനുണ്ടെന്നാണ്. സുഹൃത്തുക്കളെ, പടച്ചവൻ രക്ഷാധികാരിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ യൂനുസ് നബിയെ നിലനിർത്തിയ പടച്ചോനാണത്. വർഷങ്ങളോളം രോഗമായി കിടന്ന അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ പടച്ചോനാണത്. ഒരിക്കലും പ്രസവിക്കാത്ത സക്കരിയ നബിയുടെ ഭാര്യയുടെ ഗർഭത്തെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തെ നാം പ്രസവത്തിന് വേണ്ടി സജ്ജീകരിച്ചു എന്ന് പറഞ്ഞ പടച്ചവനാണത്. ഒരു കടൽ വടികൊണ്ടടിച്ചാൽ പിളരുമോ സഹോദരന്മാരെ?
ഇന്ന് ഏറ്റവും വലിയ ടെക്നോളജിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെങ്കടലിന് കുറുകെ ത്വരീഖൻ യബസ, ഉണങ്ങിയ പാതയുണ്ടാക്കിയ ഒരു പടച്ച റബ്ബുണ്ടെന്ന് അജഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സഹോദരന്മാരെ നമ്മൾ. ഇനി ഇതൊന്നും വിശ്വാസമില്ലെങ്കിൽ ഈ പ്രകൃതി നമ്മളോട് പടച്ച റബ്ബിന്റെ അത്ഭുതങ്ങൾ വിളിച്ചോതുന്നു. ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ച് കടലിലെ ഉപ്പുജലത്തെ ആകാശത്തേക്ക് എടുത്തിട്ട് ശുദ്ധജലമാക്കി ഇറക്കുന്നതിന്റെ പിന്നിൽ എന്ത് സയൻസ്, ഏത് സയന്റിസ്റ്റ്, ഏത് ചിന്തകൻ, ആരാണിതിന്റെ പിന്നിലുള്ളതെന്ന് ചോദിച്ചാൽ പടച്ചവനാണ് അതിന്റെ പിന്നിലുള്ളത്. അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. പക്ഷെ ആ സയൻസ് നടപ്പിലാക്കുന്നത് പടച്ച റബ്ബാണ്. അതിനങ്ങനെ പ്രകൃതം കൊടുത്തത് പടച്ച റബ്ബാണ്. ഭൂമിയിൽ വിത്ത് വിതയ്ക്കാനേ നമുക്കാകൂ, ആ വിത്തിനെ മുളപ്പിക്കാൻ നമുക്കാവില്ല. നാം വിതച്ചു പോയ വിത്തിനെ ഭൂമിക്കകത്തുനിന്ന് പാറകൾക്കിടയിലൂടെ പാറയെപ്പോലും പിളർത്തി അതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്നവൻ പടച്ച റബ്ബാണ്. കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത നാമാകുന്ന ബീജത്തെ സെലക്ട് ചെയ്ത് മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർത്തിയത്, അതിനെ പടിപടിയായി പോറ്റി വളർത്തിയ ഒരു പടച്ചവൻ നമുക്കുണ്ടാകുമ്പോൾ ആ പടച്ചവനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയായിരുന്നു. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ലോകത്തുടനീളമുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് അടുക്കുവാനും റബ്ബിനോട് നിരന്തരമായി നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുവാനും മനസ്സ് കാണിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന കവാടങ്ങൾ തുറക്കപ്പെടും. വലിയ ഭാരിച്ച ഉദ്യമമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും ശരിയാവില്ല എന്ന് നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ശരിയാക്കി തരും. അതിനെല്ലാമുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. നാം എന്ത് ചോദിക്കണം? ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, റബ്ബേ വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ നിന്ദിക്കല്ലേ റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ തെളിഞ്ഞ മനസ്സുമായി പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്നവർക്കല്ലാതെ വിജയമില്ലാത്ത സമ്പത്തും സന്താനങ്ങളും ഒട്ടും ഉപകരിക്കാത്ത ഒരു പരലോകത്ത് നീ എന്നെ നിന്ദിക്കല്ലേ റബ്ബേ എന്ന മാതൃഗർഭത്തിൽ നിന്ന് നമ്മൾ തനിച്ചാണ് പുറത്തു വന്നത്. ഇനി റബ്ബിലേക്കുള്ള മടക്കം തനിച്ചാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ എങ്ങനെയാണോ ഞാൻ സൃഷ്ടിച്ചത് അതുപോലെ നിങ്ങളെല്ലാം ഒറ്റക്കൊറ്റയ്ക്ക് ഇങ്ങ് വന്നിരിക്കുകയാണല്ലോ എന്നാണ്. ഇന്ന് നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് തറവാടുണ്ട്, പറയാൻ മാത്രം നമുക്ക് ഫ്രണ്ട്സും നമ്മുടെ കൂട്ടാളികളും നമ്മുടെ ചങ്ക് ബ്രോസും നമുക്കുണ്ട്. പക്ഷേ നാം വന്നത് തനിച്ചാണെങ്കിൽ തനിച്ചുള്ള ഒരു യാത്രയുണ്ട്. ആ തനിച്ചുള്ള യാത്രയിൽ നമുക്ക് കൂട്ട് നമ്മുടെ മക്കളല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ സ്റ്റാറ്റസ് അല്ല, നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ദീനാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തുള്ള നിന്യത, ഇവിടെയുള്ള നിന്യതയെ നമ്മൾ ഭയക്കുന്നുവെങ്കിൽ, അതിനെ വെറുക്കുന്നുവെങ്കിൽ, അത്തരം സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ പരസ്പരം അഭിനയിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ അപമാനം സഹിക്കേണ്ടി വരുന്നത് പരലോകത്താണ്. അതുകൊണ്ട് ഖലീലുള്ളയുടെ പ്രാർത്ഥന, പടച്ച റബ്ബേ പരലോകത്ത് ഞങ്ങളെ നിന്ദിക്കല്ലേ പടച്ചോനെ എന്ന്. മരണത്തിന്റെ അവസാന മൊമെന്റിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേ, എന്റെ പാപങ്ങൾ നീ പൊറുക്കണമേ എന്ന്. ജീവിതത്തിൽ ഒരു പാപങ്ങളും ചെയ്തിട്ടില്ലാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസൻ അവന്റെ അടുക്കലുള്ള സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ ആ സ്വർഗം തെരഞ്ഞെടുത്തു എന്ന് സഹാബത്തിനോട് പറഞ്ഞ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ ഡോറിൽ ആദ്യം ചെന്ന് മുട്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാവൽക്കാർ ചോദിക്കും, ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുമ്പോൾ മലക്കുകൾ തിരിച്ചു പറയും, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഈ ഡോർ തുറന്നു കൊടുക്കാനാണ് പടച്ച റബ്ബ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബി ഡോറിൽ മുട്ടുമ്പോഴാണ് സ്വർഗത്തിന്റെ ഡോർ തുറക്കപ്പെടുന്നത്. സഹോദരന്മാരെ, ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, റബ്ബി ഗഫിർലി വർഹംനി വജഅൽനി മിർ റഫീഖിൽ അഅല, അല്ലാഹുവേ എന്നോട് നീ കരുണ കാണിക്കണമേ, എനിക്ക് നീ പാപങ്ങൾ പൊറുത്തു തരണമേ, നിന്റെ ഉന്നതമായ വ്യക്തിത്വങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുവെങ്കിൽ, അതിനെക്കുറിച്ച് നിരന്തരമായി ഉപദേശങ്ങൾ കൊടുത്തുവെങ്കിൽ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഇവിടെ നമ്മൾ കുറച്ചു കാലമുള്ളൂ. പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ വിരൽ മുക്കി മുകളിലേക്കെടുത്താൽ ആ വിരൽ തുമ്പിലുള്ള വെള്ളത്തുള്ളികൾ മാത്രമാണ് ഈ ദുനിയാവ്.
ഇവിടുത്തെ സ്ഥാനം, ഇവിടുത്തെ സൗന്ദര്യം, ഇവിടുത്തെ സുഖം, ഇവിടുത്തെ സന്തോഷം, ഇവിടുത്തെ വീടും, ഇവിടുത്തെ ആസ്തിയും, ഇവിടുത്തെ പ്രൗഢിയും, ഇവിടുത്തെ പ്രശസ്തിയും, ഇവിടെ നമുക്ക് കിട്ടുന്ന ആദരവും എല്ലാം ഈ ഒരു തുള്ളിയാണ്. ബാക്കി പരന്നു കിടക്കുന്ന ഭൂമിയുടെ 70% വിശാലമായി കിടക്കുന്ന സമുദ്രജലം നമ്മുടെ ആയുസ്സിനോട് താരതമ്യപ്പെടുത്തിയാൽ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ മരിച്ചാൽ നമുക്കൊരു മരണമില്ല. ഇത് നമ്മുടെ അവസാനത്തെ മരണമാണ്. ഇനിയൊരു മരണത്തെ നമ്മൾ മുഖാമുഖം കാണുന്നുവെങ്കിൽ ഇനി നമുക്ക് മരണമില്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരെയും സ്വർഗ്ഗക്കാരെയും വിളിച്ചിട്ട് പറയും, നോക്കൂ ഇതെന്താണ്? ഒരാടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവന്ന് പടച്ച റബ്ബ് മനുഷ്യന്മാരത് കാണിക്കുമ്പോൾ മനുഷ്യൻ പറയും മരണമാണ്. ഇതാ മരണം ഇവിടെ അറുക്കപ്പെട്ടിരിക്കുകയാണ്. മരണം മാത്രം മരിക്കുന്ന ലോകമാണ് പരലോകം. അവിടെ മേൽ രക്ഷപ്പെടാനുള്ള നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം. അവിടെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ചൊല്ലിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. വിശ്വാസത്തിൽ ഭ്രംശം സംഭവിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. പലവിധ കാറ്റഗറികളും പലവിധ ഗ്രൂപ്പുകളും പലവിധ മൻഹജുകളും പലവിധ ചിന്താധാരകളുമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഇന്നതിന്റെ ആളുകളാണ്, അതിന് ഇന്നേതായിട്ടുള്ള രൂപമാണ്, ഇന്ന വിശ്വാസമാണ്, ഇന്ന ആചാരമാണ്. സുഹൃത്തുക്കൾ, നമ്മൾ മുസ്ലിമാണ്. മുസ്ലിം ഫോളോ ചെയ്യേണ്ടത് ഈ അലമാരയിൽ അടുക്കി വെച്ച ഖുർആനും അതിന്റെ വിശദീകരണമായ സുന്നത്തുമാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും ഉണ്ടെങ്കിൽ ഇസ്ലാമിക വിഷയങ്ങളെ നോക്കിക്കാണേണ്ടത് മദ്ഹബ് നോക്കിയിട്ടല്ല, നമ്മുടെ പാരമ്പര്യം നോക്കിയിട്ടല്ല, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് നോക്കിയിട്ടല്ല. ഏതെങ്കിലും കിതാബുകൾ, തങ്ങളുടേതായിട്ടുള്ള പ്രത്യേകമായ കിതാബുകൾ, ഫളായിലെ അമാൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ ടീമിന്റേതായിട്ടുള്ള കിതാബുകൾ, അതിലെന്താണോ പറയുന്നത് അതാണ് ഞങ്ങൾക്ക് പ്രമാണം എന്നല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ തുഖല്ലിദിനി, നിങ്ങൾ എന്നെ പിൻപറ്റരുത്, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യരുത്. വലാ മാലിക്കീൻ വലാ ഷാഫിഈ, നിങ്ങൾ ഷാഫിഈയെയും മാലിക്കിനെയും ഒരാളെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ പറഞ്ഞ കാര്യം അതിന് തെളിവുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസമുള്ളത്, അവിടെയാണ് നമ്മുടെ കർമ്മമുള്ളത്, അവിടെയാണ് നമ്മുടെ സ്വഭാവമുള്ളത്, അവിടെയാണ് നമ്മുടെ ചിട്ടവട്ടങ്ങളുള്ളത്. ഖുർആൻ എന്തു പറഞ്ഞു, സുന്നത്ത് എന്തു പറഞ്ഞു, അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം. കക്ഷികൾ ധാരാളം ഉണ്ടാകും, 73 കക്ഷികൾ വരെ ആകും. എണ്ണം നോക്കുമ്പോൾ സംഘടനകൾ ആയിരക്കണക്കിനുണ്ടാകും. അതല്ല, 73 ചിന്താധാരകൾ ഉണ്ടാകും. ഓരോന്നും ഓരോന്നിലേക്ക് ചെന്നു ചേരും. മനസ്സിലായല്ലോ? അതിൽ സ്വർഗത്തിൽ പോകുന്ന ഒരു ടീം, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ ഒരു വിഷയത്തിൽ നിലപാടെടുത്തത് അങ്ങനെ നിലപാടെടുക്കുന്നവരായിരിക്കും ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷികൾ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജാറമുണ്ടായിരുന്നു, അവിടെ ഒരു ഉറൂസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ആന എഴുന്നള്ളിപ്പുണ്ടായിരുന്നു, അവിടെ ആണും പെണ്ണും ഇഴകിച്ചേർന്നുള്ള പരിപാടികളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. നോക്കണം. എന്തിനു നോക്കണം? പണ്ഡിതന്മാർ പറഞ്ഞ പോരാ, നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും നമ്മൾ ഉറപ്പിക്കണം. നോക്കിയിട്ട് ഖുർആനിലും സുന്നത്തിലും അതുണ്ടോ? ഉണ്ട്. എന്താ ഉള്ളത്? നിങ്ങൾ ഖബർ സന്ദർശിക്കണം, അത് നിങ്ങളെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. ഒരു ചാണിന് മീതെയുള്ള മുഴുവൻ ഖബറും അലി തട്ടി നിരപ്പാക്കാതെ താങ്കൾ തിരിച്ചു വരരുതെന്ന് പറഞ്ഞ് അലിയുടെ കയ്യിൽ കുന്തം കൊടുത്ത് മക്കയിലുള്ള മുഴുവൻ പൊന്തി നിൽക്കുന്ന ഖബറും തട്ടി നിരപ്പാക്കിയതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു കത്തപ്പുരയില്ല, അവിടെ ഒരു കെട്ടിപ്പൊക്കലില്ല, അവിടെ നിലവിലക്കില്ല, അവിടെ പ്രത്യേകമായിട്ടുള്ള മഹത്വവൽക്കരണങ്ങളില്ല, ആ ഖബറാളിയോടായിട്ടുള്ള ഒരു പ്രാർത്ഥനയുമില്ല. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം, എന്നിട്ട് വിശ്വാസം റെഡിയാക്കണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ നിനക്ക് പുറമെ മറ്റു ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ നീ അകറ്റണമേ, എന്നെ മാത്രമല്ല എന്റെ മക്കളെയും ശിർക്കിൽ നിന്ന് മുക്തമാക്കണേ എന്ന് പ്രാർത്ഥിച്ചത് മഹാപ്രവാചകനാണ്, ഖലീലുള്ള ഇബ്രാഹിം നബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശിർക്ക് സംഭവിക്കുമോ? ആ റസൂലുള്ള പ്രാർത്ഥിച്ചില്ലേ ധാരാളമായി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അല്ലാഹുവേ അറിവില്ലാതെ ശിർക്കിൽ ചെന്ന് പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തൗബയും നടത്തുന്നു എന്ന് ധാരാളമായി പ്രാർത്ഥിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മരണക്കിടക്കയിൽ കടന്ന് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകി. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർ മരണപ്പെട്ടുപോയ അംബിയാക്കളുടെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയിരിക്കുന്നു. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹമാക്കരുത്. ലാ തജ്അൽ ഖബരി ഈദ. എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷത്തിന്റെ ഇടമാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവരൊക്കെ മഹാന്മാരല്ലേ, കഴിവുകളുള്ളവരല്ലേ? അവരോട് നമ്മൾ ചോദിക്കണ്ടേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹാൻ ആരാണുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ വാഴ്ത്തിപ്പുകയറ്റി പടച്ചോനാക്കിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തിപ്പുകയറ്റി പടച്ചവനാക്കരുത്. നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാ, അള്ളാന്റെ അടിമയാണ്, വറസൂലു, അള്ളാഹുവിന്റെ റസൂലുമാണ്. ശിർക്കിൽ നിന്ന് മുക്തി നേടാൻ, വഴിപിഴച്ച വിശ്വാസങ്ങളിൽ രക്ഷപ്പെടാനാണ് നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഖലീലുള്ളയുടെ പ്രാർത്ഥനയിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി കിട്ടാൻ റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. വിശ്വാസം ശരിപ്പെട്ടാൽ പിന്നെ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ്. വിശ്വാസം വെറും ജൽപ്പനമല്ല. ലൈസൽ ഈമാനു ബിത്തമന്നി. ഈമാൻ എന്ന് പറയുന്നത് ഒരു വ്യാമോഹമല്ല, ഒരു ജൽപ്പനമല്ല. വലാകിൻ, മറിച്ച് അതെന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള മൂവ്മെന്റിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖ് വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയും, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കൽ മാത്രമല്ല പുണ്യം, മറിച്ച് ഈമാൻ കാര്യങ്ങളാണ് പുണ്യം. പിന്നീട് ഒരുപാട് പുണ്യകർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു ഉലൈകല്ലദീന സദഖു, അവരാകുന്ന സത്യസന്ധമായി വിശ്വാസം പുലുകിയവർ എന്ന്. വിശ്വാസം മനസ്സിൽ ഉറച്ചാൽ മാത്രം പോരാ, അത് പ്രകടിപ്പിക്കണം സഹോദരന്മാരെ. 5 നേരമേ നമുക്ക് നമസ്കാരമുള്ളൂ. അത് കൃത്യമായി നിർവഹിക്കാൻ പറ്റാത്ത എന്നെ എന്തിനു കൊള്ളും എന്ന ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് നമുക്കുണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി എന്നല്ല. ജുമഅക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ അത് തന്നെ എമ്പാടുമാണ് എന്നല്ല. മഗ്രിബിന്റെ ജമാഅത്തിനാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്, അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതുമല്ല. 5 നേരം കൃത്യമായി നമസ്കാരം നിർവഹിക്കുമ്പോൾ 5 നേരം കുളിച്ച് ശുദ്ധീകരിക്കുന്നവനെ പോലെയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, മാലിന്യങ്ങൾ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, കർമ്മത്തിന്റെ കാര്യത്തിൽ അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയുണ്ടായി. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി, എന്റെ മക്കളെയും എന്നെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. റബ്ബന ഗ്ഫിർ ലീ വലിവാലിദൈ, അല്ലാഹു എനിക്കും എന്റെ മക്കൾക്കും നീ പൊറുത്തു തരേണമേ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, പടച്ചോനെ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ളത്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ, ഇസ്തിഗ്ഫാർ പാപമോചനം തേടൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, 100-ലധികം തവണ ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇശാ ജമാഅത്തിന് ശേഷം പള്ളിയിൽ പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുമ്പോൾ പള്ളിയുടെ ഹാരിസ് അദ്ദേഹത്തെ വലിച്ചു പുറത്തേക്കിട്ടു. പള്ളിക്കോലായിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ തൊട്ടു ഓപ്പോസിറ്റിൽ ഒരു ഹബ്ബാസ്, റൊട്ടി ഉണ്ടാക്കുന്ന മനുഷ്യൻ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ റൊട്ടി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ വിളിച്ചു, ഇമാം അഹ്മദിനെ വിളിച്ചു. അഹ്മദ് അദ്ദേഹത്തിന്റെ കടയിൽ ചെന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ ദിക്ർ മന്ത്രിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്യുന്നത്. ഇമാം അഹ്മദ് അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യത്തിന് എനിക്ക് ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പടച്ച റബ്ബിനോട് ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിനിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ദാ നിങ്ങളുടെ മുന്നിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വലിച്ചേച്ചു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതായത് പള്ളി സംരക്ഷിക്കുന്ന ഹാരിസ് പള്ളിയിൽ കുറെ നേരം ദിക്റും ദുആയുമായി കഴിച്ചുകൂട്ടി ഇമാം അഹ്മദ് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തോണ്ട് അദ്ദേഹത്തിന്റെ കാല് വലിച്ച് നിരത്തി കൊണ്ടുപോയിട്ട് പള്ളിന്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ടതാണ്. ആ ഒരു സംഭവമാണ് ഇമാം അഹ്മദ് എടുത്തിട്ട് അദ്ദേഹത്തോട് പറയുന്നത്. നോക്കൂ, ഇസ്തിഗ്ഫാറിന്റെ അജായിബുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞത് ഒരു വിശാലമായ ടോപ്പിക്കാണ്. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച, ഖലീലുള്ള പ്രാർത്ഥിച്ച കാര്യമാണത്.
അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം ശരിയാവുക എന്നുള്ള മാത്രമല്ല, നമ്മുടെ മക്കൾ നന്നാവുക എന്നുള്ളതും കൂടെ ചേർത്തിട്ടാണ് പ്രാർത്ഥിച്ചത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഒരു കുഞ്ഞിനെ വയോധികനായ സമയത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? നല്ല ഒരു കുട്ടിയെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അല്ലെ, സാലിഹായ ഒരു കുട്ടിയെ തരണേ, കുടുംബവും ആ വഴിക്ക് വരണമെന്നാണ് പ്രാർത്ഥിച്ചത്. മാത്രവുമല്ല, നമ്മൾ പുണ്യം ചെയ്ത് നല്ല കുടുംബമായി ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് നിർഭയത്വം വേണം. ഇബ്രാഹിം നബി അതും പ്രാർത്ഥിച്ചു. അല്ലാഹുവേ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ അമ്നുള്ള നിർഭയത്വമുള്ള രാജ്യമാക്കണേ, ലോകത്തുടനീളമുള്ള സമറാത്തുകളെ ഈ മണ്ണിലേക്ക് എത്തിക്കണേ എന്നുള്ള ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. മക്കയിലേക്ക് ലോകത്തുടനീളമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ കർമ്മത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി നമുക്ക് നല്ല ഒരു അപമാനമില്ലാതെ ജീവിക്കാൻ വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണേ. എത്ര പേരാണ് അപമാനിതരായിട്ട് മരിച്ചുപോയത്? അങ്ങനെ ഇല്ലാതിരിക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ചെയ്യുമ്പോഴും ഞാനൊക്കെ എന്തായാലും രക്ഷപ്പെടും, പടച്ചോൻ എന്തായാലും സ്വീകരിക്കും എന്ന ചാരിതാർത്ഥ്യമല്ല. ഓരോ കല്ലുകൾ എടുത്തു വെക്കുമ്പോഴും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് പടച്ചോനെ റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ടുണ്ട്. അവയെല്ലാം പരിശോധിച്ച് പഠിച്ച് മനഃപ്പാഠമാക്കി മനസ്സറിഞ്ഞ് സുജൂദിലും അല്ലാത്ത സമയത്തും റബ്ബിനോട് പ്രാർത്ഥിച്ച് ഇരന്നു വാങ്ങി ആ പ്രാർത്ഥനയുടെ സുരക്ഷയിൽ, അതിന്റെ സംരക്ഷണ വലയത്തിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് പടച്ച റബ്ബിന് വഴിപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പുതിയൊരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം നമുക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു പക്ഷിയുടെ 2 ചിറക് കണക്കെ വർത്തിക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസവും മതപരമായ വിശ്വാസവും വിജ്ഞാനവും. മതവിജ്ഞാനമില്ലാത്ത ഭൗതിക വിജ്ഞാനം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെയല്ല നിർമ്മിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരുപാട് യോഗ്യതകളുടെ പടവുകൾ താണ്ടിക്കടക്കുമ്പോൾ ആ കുട്ടി ഒരു ധാർമ്മിക ബോധമുള്ളവനായി തീരുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ഒരു നിലയിലേക്ക് എത്തിച്ചപ്പോ അവർ UK-യിലും യൂറോപ്പിലും US-ലുമൊക്കെ സെറ്റിലായി, അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ നേടിയെടുത്ത് അവിടെ നിന്ന് കല്യാണവും കഴിച്ച് കുടുംബമായി ജീവിക്കാൻ, നമുക്ക് ജീവിക്കാനുള്ള ചില്ലറ ഡോളറുകൾ നൽകിയിട്ട് അവരുടെ വലിയ വീടിന്റെ ഒരു കാവൽക്കാരനായിട്ട് പ്രായമായ ഉമ്മയും ഉപ്പയും മാറാണ്. ഇവിടെ ധാർമ്മിക ബോധം എന്നത് ഏറ്റവും അനിവാര്യമാണ്. ഖുർആന്റെ 1ാമത്തെ കൽപ്പന എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. നീ വായിക്കുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് നൽകിയ 1ാമത്തെ അനുഗ്രഹം അറിവാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നാമങ്ങളും മറ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അത് വളരെ അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠനം നിർത്തലായിരുന്നു. 9ാം ക്ലാസ് എത്തുമ്പോൾ സന്തോഷമാണ്, കാരണം 10 കഴിഞ്ഞാൽ ഇനി പഠിക്കണ്ടല്ലോ, സ്കൂള് കഴിഞ്ഞല്ലോ എന്നുള്ള. പിന്നെ അത് +2 ആയി, പിന്നെ അത് ഡിഗ്രി ആയി, പിന്നെ അത് PG ആയി, പിന്നെ അത് PhD ആയി. ഇനി എത്ര പഠിക്കാമോ അത്രയെല്ലാം പഠിക്കണമെന്നുള്ള ബോധം, ഒരു സാമൂഹികമായ ഒരു തിരിച്ചറിവ്, ഒരു പൊതുബോധം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി പഠിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹാർഡ് വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം. സ്വസ്ഥമായി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറങ്ങുന്നുവെങ്കിൽ അത് ഒരുപാട് ആളുകളുടെ അധ്വാനമാണ്. അല്ലെ, നമ്മുടെ വീട്ടിലേക്കുള്ള വസ്തുവകകൾ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ രാവും പകലും പിതാവ് അധ്വാനിക്കുന്നത് കൊണ്ടാണ്. വീട്ടിൽ വല്ലതും കഴിക്കാനും ധരിക്കാനും എല്ലാം ഉണ്ടെങ്കിൽ ഉമ്മ ആ ഉത്തരവാദിത്വം ആരും പറയാതെ തന്നെ
മനോഹരമായി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പഠനം എന്നത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഉമ്മയുടെയും ഉപ്പയുടെയും നിർബന്ധത്തിന് ചെയ്യേണ്ടതല്ല. ഉമ്മയെയും ഉപ്പയെയും നമ്മൾ നിർബന്ധിക്കുന്നില്ലല്ലോ. ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നുണ്ടോ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവരെല്ലാം കൃത്യമായി ചെയ്യുന്നില്ലേ? അപ്പോൾ പഠനം എന്നത് എഴുതുക, വായിക്കുക, പഠിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, നിത്യവും സ്കൂളിൽ പോവുക, വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിക്കുക, കൂട്ടുകാർക്ക് നന്മ ചെയ്യുക, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അവിടെയും നമ്മുടെ ദീനീ കാര്യങ്ങൾ, ഇബാദത്തുകൾ, നിസ്കാരങ്ങളൊക്കെ പാലിക്കുക. ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നല്ലൊരു പ്രാർത്ഥനയോടുകൂടെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ കാലുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ ദീനിയായ വിദ്യാഭ്യാസവും നേടിയെടുക്കുക എന്നുള്ളതാണ്. ത്വലബുൽ ഇൽമി ഫരീദ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിന്റെയും മേൽ നിർബന്ധ ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ദീന് പഠിക്കുക എന്നുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, ഹാജത്തുൻ നാസി ഇലൽ ഇൽം അശദ്ദു മിൻ ഹാജതിഹിം ഇല അത്അാമി വശറാബ് لأن الطعام والشراب يحتاج إليه في اليوم مرة أو مرتين وحاجته إلى العلم بعدد أنفاسه. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തോടും പാനീയത്തോടുമുള്ള ആവശ്യത്തേക്കാൾ വലുതാണ് അറിവിനോടുള്ള ആവശ്യം. കാരണം ഭക്ഷണവും പാനീയൊക്കെ നമുക്ക് വിശപ്പടക്കാൻ നമ്മുടെ നാട്ടിലാണ് കുറച്ച് സമയങ്ങളിൽ മതിയാവും. എന്നാൽ ഇൽം എന്ന് പറയുന്നത് ഓരോ ശ്വാസത്തിലും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, പാവപ്പെട്ടവർക്ക് കഴിക്കാൻ കൊടുക്കണം. നീ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആ മുസ്ലിംസിന് വരെ നമുക്കത് കൊടുക്കാം. മഹിതമായ സന്ദേശത്തെ നീ അറിയണം എന്ന ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് ഇൽമാണ്. എല്ലാം പടച്ച വിവരക്കേടിനെ ഇല്ലാതാക്കുന്ന ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ നമ്മൾ നേടിയെടുക്കണമെന്ന്. അപ്പൊ അതിൽ നമുക്ക് തിന്നാൻ പറ്റുന്ന, അതുകൊണ്ട് തന്നെ മതപരമായ മദ്രസ വിദ്യാഭ്യാസം, മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള അതുപോലെ തന്നെ അവസരങ്ങൾ, സംരംഭങ്ങൾ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെറുതും വലുതുമായിട്ടുമുള്ള മാർഗങ്ങൾ, വായനകൾക്കുള്ള പുതിയ ചെറിയ ചെറിയ കൊച്ചു ലൈബ്രറികൾ വീട്ടിൽ സംവിധാനിച്ചു വെച്ച് കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന പ്രോഗ്രാമുകൾ അവരെ പങ്കെടുപ്പിച്ച് അവർക്കും വീട്ടിൽ വെച്ച് ദീന് നിരന്തരമായി കേൾപ്പിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഉള്ളിലുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിസിൻസ് അവർക്ക് കൃത്യമായി അറിവിന്റെ പഠിപ്പിച്ച് അവരോട് നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാളെ ഖബറിൽ കിടക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചപ്പോൾ പറയപ്പെടും, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവിടെ പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം, എങ്ങനെ കഫൻ ചെയ്യണം, എങ്ങനെ നിസ്കരിക്കണം, നിസ്കാരത്തിൽ എന്ത് ചൊല്ലണം, എങ്ങനെ തസ്ബീഹ് ചൊല്ലണം, ഇതൊന്നും അറിയാത്ത മക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മൂളുകയാണ് പലരും ചെയ്യുന്നത്. നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയാതെയാണ് പലപ്പോഴും പിതാവിന്റെ പിതാവിന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ സഹോദരന്മാരെ നമ്മൾ ഈ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ വിദ്യാഭ്യാസങ്ങളുടെ സമന്വയോടെ പറഞ്ഞു പോകണം. മകനെ നിന്നെ അറുക്കാനാണ് മകൻ കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ ചെയ്തു എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അതുപോലെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് നന്നായി പറഞ്ഞാൽ, ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞ, ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞ കുട്ടികൾ എന്താ പറയാ, എല്ലാവരും ഒന്നല്ല പറയുന്നത് അല്ലെ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഏത് കാലക്കാരനാണ്? അല്ല, എന്തേ കാരണം അവർക്ക് കിട്ടാൻ പറ്റാത്ത ആൾക്കാർ നോളജ് കിട്ടിയിട്ടില്ല, വിശ്വാസം ശരിയായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ചിലവുകളും ഒരുട്ടെ നമ്മൾ ചെയ്യാൻ പ്രയാസപ്പെടുന്ന നമ്മുടെ കൂടെയുള്ള ആളുകളെ സഹായിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വീഴ്ചകളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജില സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമുക്കും പടച്ച റബ്ബ് ഇപ്പോൾ സാമ്പത്തിക അവസ്ഥയില്ല, പരലോകവും സ്വർഗ്ഗവും പ്രദാനം ചെയ്യുമാറാവട്ടെ. 5-ാമത്തെ ശരീരത്തിലുള്ള കർക്കണം അല്ലാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ദീനീ ബോധമുള്ള മക്കളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് ഭൗതികമായ ഉയർച്ച അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠനവും മറ്റു കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ
മക്കളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും എളുപ്പവും പ്രധാനം ചെയ്യുമാറാവട്ടെ. സമയത്തെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സമയത്തിൽ, ആരോഗ്യത്തിൽ, ചിന്തയിൽ, കഴിവിൽ, അറിവിൽ ഒക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ അധികാരം പടച്ചറബ് തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുടനീളം പ്രയാസപ്പെടുന്ന, യുദ്ധഭൂമികയിൽ കഷ്ടപ്പെടുന്ന പട്ടിണി പാവങ്ങൾക്ക് അല്ലാഹു റബ്ബിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പച്ചക്കരളുള്ള മനുഷ്യന്മാരെ ഒന്നൊടുക്കി തന്നിലൂടെ ആയുധ കച്ചവടവും തങ്ങളുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ആയുധ ശേഖരങ്ങൾ അല്ലാഹു തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അല്ലാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴ്വേലയാക്കുമാറാവട്ടെ. അവർ തൊടുത്തുവിടുന്നത് അവർക്കുള്ള നാശത്തിനുള്ള ആയുധമാക്കി പടച്ചിറബ് മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.